എന്ന സ്വപ്നഭൂമി ലക്ഷ്യമാക്കി പറക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറയെ പ്രതീക്ഷകളാണ്. നല്ലൊരു ജോലി, മികച്ച ശമ്പളം, കുടുംബത്തിന്റെ ബാധ്യതകൾ തീർക്കണം, നാട്ടിലൊരു വീട് വെക്കണം. അങ്ങനെ നീളുന്നു ആ സ്വപ്നങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നിൽ ജീവിക്കാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ ആ സ്വപ്നങ്ങളുടെ ലോകത്തു നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഇരുണ്ട ജയിൽ റൂമിലേക്ക് എടുത്തെറിയപ്പെടാൻ ഒരു ചെറിയ അശ്രദ്ധ മതിയാകുമെന്ന് എത്ര പേർക്കറിയാം? നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് അവിടെ എനിക്കിതേക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നൊരു ന്യായീകരണം നിയമത്തിന് മുന്നിൽ വില പോവില്ല. പലപ്പോഴും നമ്മുടെ നാട്ടുകാർ നിയമക്കുരുക്കുകളിൽ പെടുന്നത് കുറ്റവാളികളായതുകൊണ്ടല്ല, മറിച്ച് നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. ജീവിക്കുന്നവരും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ചില പ്രധാന യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സ്വന്തമായി സ്പോൺസറെ കണ്ടെത്താതെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഫ്രീലാൻഡ് വിസകളെയാണ്. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു അപകടം പലരും തിരിച്ചറിയുന്നില്ല. ഏജന്റുമാർ മുഖേന ലഭിക്കുന്ന ഇത്തരം വിസകളിൽ പലതും യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പാർട്ട്ണർ വിസകളായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കടലാസിലെ ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും ഇതിലൂടെ ആകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു ഗമയൊക്കെ തോന്നുമെങ്കിലും നിയമപരമായി നിങ്ങൾ ആ കമ്പനിയുടെ എല്ലാ ബാധ്യതകൾക്കും തുല്യ ഉത്തരവാദിയായി മാറുകയാണ്. നിങ്ങളൊരു പക്ഷേ ആ കമ്പനിയുടെ ഓഫീസോ മറ്റ് പാർട്ട്ണർമാരെയോ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. എന്നാൽ അവരിൽ ആരെങ്കിലും കമ്പനിയുടെ പേരിൽ വലിയൊരു തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങുകയോ അല്ലെങ്കിൽ അവർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ചെക്കുകൾ മടങ്ങുകയോ ചെയ്താൽ നിയമത്തിന് മുന്നിൽ കുറ്റവാളി നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ട്ണർമാരുമാണ്. ഒരു സുപ്രഭാതത്തിൽ CID ഉദ്യോഗസ്ഥർ നിങ്ങളെ തേടി എത്തുമ്പോഴായിരിക്കും നിങ്ങളുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്ന വിവരം നിങ്ങൾ തന്നെ അറിയുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന നിരവധി നിരപരാധികളായ മലയാളികൾ യുഎയിലുണ്ട്. അതൊരു നഗ്നമായ സത്യമാണ്. പ്രവാസ ലോകത്ത് പണത്തിന് അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ പലരും പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴികൾ തേടാറുണ്ട്. അവിടെയാണ് ചില വൻകിട തട്ടിപ്പുകാർ വലവിരിച്ച് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക വരും, അത് പിൻവലിച്ച് നൽകിയാൽ മികച്ചൊരു കമ്മീഷൻ തരാം എന്ന ഓഫറുമായി ചിലർ നിങ്ങളെ സമീപിച്ചേക്കാം. ഒരു പണിയും എടുക്കാതെ വലിയൊരു തുക കൈവരുമ്പോൾ നമ്മളിൽ പലരും ആ പ്രലോഭനത്തിൽ വീണുപോകും. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് കള്ളപ്പണമോ ഹവാല ഇടപാടുകളുടെ പണമോ ആയിരിക്കും. യുഎയിലെ ബാങ്കിംഗ് സംവിധാനങ്ങൾ വളരെ സൂക്ഷ്മമായാണ് ഓരോ വലിയ ഇടപാടുകളും നിരീക്ഷിക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന് കൃത്യം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ അന്വേഷിച്ച് പോലീസ് എത്തിയിരിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ഗുരുതരമായ കുറ്റമായിരിക്കും നിങ്ങളുടെ മേൽ ചുമത്തപ്പെടുക. ഇതിന് സമാനമായ മറ്റൊരു അപകടമാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയപ്പെടലുകൾ. ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ പരിചയപ്പെടുന്ന അപരിചിതരായ വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും മറ്റും സഹതാപം തോന്നി പണം അയച്ചു കൊടുക്കുമ്പോൾ വളരെ വലിയ ജാഗ്രത ആവശ്യമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും യുഎയിൽ യാതൊരു ദാക്ഷിണ്യവും ലഭിക്കില്ല. നിങ്ങൾ പണം അയച്ചു കൊടുക്കുന്ന വ്യക്തി ഇത്തരം മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ നിങ്ങളെയും ഒരു മയക്കുമരുന്ന് കേസിന്റെ ഭാഗമാക്കും. അവർ പിടിക്കപ്പെടുമ്പോൾ അവർക്ക് പണം അയച്ച എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യും. പിടിക്കപ്പെടാൻ വൈകുന്നു എന്നത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നതിന്റെ തെളിവല്ല എന്ന് നാം തിരിച്ചറിയണം. യുഎയിലെ നിയമവ്യവസ്ഥയിൽ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുന്ന ചെക്ക് മടങ്ങുന്നത് വലിയൊരു വിശ്വാസ വഞ്ചനയായാണ് ഇവിടുത്തെ നിയമം കാണുന്നത്. അതെത്ര ചെറിയ തുകയാണെങ്കിലും ശരി, കൃത്യസമയത്ത് അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് മടങ്ങിയാൽ കേസ് കോടതിയിലെത്തും. കോടതി നിർദ്ദേശിക്കുന്ന നിശ്ചിത തീയതിക്കുള്ളിൽ ആ പണം അടച്ചു തീർത്തില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിക്കപ്പെടും. അതിനർത്ഥം നിങ്ങൾക്ക് ഒരു രൂപ പോലും ബാങ്കിൽ നിന്ന് പിൻവലിക്കാനോ ഇടപാടുകൾ നടത്താനോ കഴിയില്ല എന്നാണ്. ഭൂരിഭാഗം കേസുകളിലും ഇതിനോടൊപ്പം ഒരു അറസ്റ്റ് വാറന്റും ട്രാവൽ ബാനും പുറപ്പെടുവിക്കും. ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകൾ വരുത്തുന്നതും ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാതിരിക്കുന്നതും ഇതേ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുക. ജോലി പോയി നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ബാങ്കുകൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങാൻ പോലുമാകാതെ നിയമത്തിന്റെ പഴുതുകളിൽ കുടുങ്ങി ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. സാമ്പത്തിക അച്ചടക്കം എന്നത് പ്രവാസ ലോകത്ത് ഒരു നിർബന്ധ കാര്യമാണ്. യുഎയിലെ വിസ നിയമങ്ങൾ നാൾക്കുനാൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെ ഭരണകൂടം കർശനമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് 2025 ജനുവരി 1 മുതൽ ഈ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. പലരും സന്ദർശക വിസയിൽ ജോലി അന്വേഷിച്ച് വരികയും വിസയുടെ കാലാവധി കഴിഞ്ഞാലും മടങ്ങാതെ അവിടെ തന്നെ തങ്ങുകയും ചെയ്യാറുണ്ട്. വിസ പുതുക്കാതെ ഫൈൻ അടിച്ച് കയറുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം എന്ന് കരുതുന്നവർ വലിയൊരു അപകടത്തിലേക്കാണ് നടന്നു കയറുന്നത്. അതുപോലെ തന്നെ സ്വന്തം കമ്പനിയിൽ നിന്ന് ഒളിച്ചോടുന്നവർക്ക്, അതായത് അബ്സ്കോണ്ടിംഗ് ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷയും വളരെ വലുതാണ്. എമിഗ്രേഷൻ സിസ്റ്റത്തിൽ അബ്സ്കോണ്ടിംഗ് എന്ന് രേഖപ്പെടുത്തിയ ഒരാൾ CID പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ വേഗം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് രാജ്യത്ത് നിന്ന് നാട് കടത്തപ്പെടുകയും ചെയ്യും. ഒരിക്കൽ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പിന്നീട് യുഎയിലേക്ക് ഒരു തിരിച്ചുവരവ് മിക്കവാറും അസാധ്യമായിരിക്കും. അതിനാൽ സന്ദർശക വിസയിൽ വരുന്നവർ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അത് പുതുക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യുക എന്നത് നിയമപരമായി നിർബന്ധമുള്ള കാര്യമാണ്.
പറഞ്ഞു വരുന്നത് UAE ഒരു മോശം രാജ്യമാണെന്നോ പ്രവാസികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ലെന്നോ അല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതത്വവുമുള്ള കേവലം ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണിത്. അധ്വാനിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഇതിലും മികച്ചൊരു ഇടമില്ല. എന്നാൽ ആ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നിലനിർത്തുന്നത് അവിടുത്തെ നിയമങ്ങൾ കർശനമായതുകൊണ്ട് മാത്രമാണ്. നിയമങ്ങളെ മാനിക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും നമ്മുടെ ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്താൽ UAE എന്നും പ്രവാസികൾക്കൊരു സ്വർഗരാജ്യം തന്നെയാണ്. അല്ലാത്ത പക്ഷം ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും എല്ലാം ജീവിതം എന്നേക്കുമായി തകർന്നു പോകാൻ. വാഗ്ദാനങ്ങളിൽ മയങ്ങുന്നതിന് മുമ്പ് അതിന്റെ നിയമവശങ്ങൾ കൂടി ചിന്തിക്കുക. ഓർക്കുക, പ്രവാസ ലോകത്തെ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ മാത്രം കൈകളിലാണ്. നിങ്ങളുടെ ജാഗ്രതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷാകവചം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.